ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ പുതിയതായി ചെയ്തു കൊടുത്ത ഒരു 5.2 AVR ആണ്. ഈ ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 1100 വാട്ട്സ് RMS ആണ്. ഇതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത് പെർ ചാനൽ 100 വാട്ട്സ് RMSും ഇതിൻ്റെ സബ് വൂഫർ ഔട്ട്പുട്ട് വരുന്നത് പെർ ചാനൽ 300 വാട്ട്സ് RMSും കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 ഓക്സിലറി ഇൻപുട്ടും ഡിജിറ്റൽ ഇൻപുട്ടുകളായി 3 ഒപ്റ്റിക്കൽ ഇൻപുട്ടും 3 കൊയാക്സിൽ ഇൻപുട്ടും ഒരു HDMI ARC ഇൻപുട്ടുമാണ് ഉള്ളത്. ഇത് ആക്ച്വലി ഒരു 2.2 ആംപ്ലിഫയറായും 5.2 ആംപ്ലിഫയറായും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി 2.2, 5.2 മോഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഈ ആംപ്ലിഫയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5.1 ആംപ്ലിഫയർ ചെയ്യുമ്പോൾ അതിൽ മെയിനായി ഒരു 5.1 റിമോട്ട് കിറ്റ് യൂസ് ചെയ്താൽ മതി. AVR ആണെങ്കിൽ 5.1 DSP കിറ്റ് യൂസ് ചെയ്താൽ മതി. മിക്ക 5.1 DSP കിറ്റുകളിലും നമുക്ക് 2.1 ആയി പാട്ട് കേൾക്കണമെങ്കിൽ 2.1 സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ മിക്ക DSP കിറ്റുകളിലുമുണ്ട്. എന്നാൽ ഒരു 5.1 DSP കിറ്റും ഒരു നോർമൽ USB മോഡുകളും കൂടി പാട്ട് കേൾക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അല്പം കൂടി പാട്ട് ആസ്വദിക്കാൻ നല്ലതായി തോന്നിയത് USB മോഡുകളിൽ കൂടി കേൾക്കുമ്പോഴാണ്. ഈ കസ്റ്റമർക്ക് ഒരു മൂവി കാണുന്നതിലും ഇമ്പോർട്ടൻസ് പാട്ട് കേൾക്കാനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഈ രീതിയിൽ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2.1 വേണ്ടി ബ്രെയിൻസിൻ്റെ USB മോഡുകളും 5.1 വേണ്ടി ഫ്യൂടെക്കിൻ്റെ DSP കിറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സബ് വോളിയം, സബ് ഗെയിൻ, സബ് ഫ്രീക്വൻസി ഇവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാസ് ട്രബിൾ, മിഡ് ഇവ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിൻ്റെ കൂടെ 2 റിമോട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ആംപ്ലിഫയർ 2.2 മോഡിലായിരിക്കുമ്പോൾ ഈ റിമോട്ടും 5.2 മോഡിലായിരിക്കുമ്പോൾ ഈ റിമോട്ടുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. പവർ കൊടുക്കാൻ വേണ്ടി ഫ്യൂസർ കൂടിയ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കമ്പ്യൂട്ടർ സോക്കറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
സ്പീക്കർ സോക്കറ്റുകളായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒപ്റ്റിക്കൽ കോയാക്സിൽ HDMI ARC ഇത്രയും നമുക്കിവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇവിടെ ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2, കോയാക്സൽ 1, കോയാക്സൽ 2, ഓക്സിലറി ഇത്രയും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പക്കൽ മറ്റൊരു 5.1 ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് 5.1 പ്രീ ഔട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഓക്സിലറി 2, ഓക്സിലറി 3 ഇത്രയും കണക്ഷൻ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. നല്ല ഹെവി ആയിട്ടുള്ള ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 38-0-38 15 ആംപിയറും 27-0-27 12 ആംപിയറും 12 വോൾട്ടിൻ്റെ 6 ടാപ്പിങ്ങുമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. കൂടാതെ G-Techൻ്റെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ ബോർഡും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററുകളായി സ്പീക്കർ ചാനലിന് വേണ്ടി 50 വോൾട്ട് 10,000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും സബ്വൂഫർ ചാനലിന് വേണ്ടി 63 വോൾട്ട് 10,000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളുമാണ് കൊടുത്തിട്ടുള്ളത്. 5 ചാനൽ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് തോഷിബ 5200-1943 പെയറായിട്ട് വരുന്ന സർക്യൂട്ട് ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് RBL പ്ലസിൻ്റെ 300 വാട്ട്സ് RMS കിട്ടുന്ന ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഫ്യൂടെക്കിൻ്റെ DSP കിറ്റും HDMIക്ക് വേണ്ടി ഫ്യൂടെക്കിൻ്റെ FT003യും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പവർ ട്രിക്കിൻ്റെ 5.2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇത് ഞങ്ങളുടെ തന്നെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് ആണ്. 2.2, 5.2 സ്വിച്ചിങ് ഇത്രയും റിലേ വഴിയാണ് ഇതിൽ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. സബ്വൂഫർ ഫിൽട്ടർ ബോർഡായിട്ട് ഇതിൽ മഹാരാജയുടെ സബ്വൂഫർ ഫിൽട്ടർ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാസ്റ്റബിൾ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് D-Tech ഓഡിയോസിൻ്റെ 3-way ട്യൂൺ കൺട്രോൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. USB മോഡ്യൂളായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രെയിൻസ് ഓഡിയോസിൻ്റെ USB മോഡ്യൂളാണ്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസുമെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.